ഞാൻ എവിടെ പ്രസംഗിച്ചാലും എത്ര കാലം ആയി പ്രസംഗം തുടങ്ങി അന്ന് മുതലേ ഞാൻ ഈ ബന്ധങ്ങളെക്കുറിച്ചേ പറയാറുള്ളൂ കാര്യമായിട്ട്. അതിൻ്റെ കാരണമാണ് ഞാൻ ഈ സംഭവത്തിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. 1990 പത്തനംതിട്ട കാത്തലിക് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പഠിക്കാനൊക്കെ മിടിക്കുകയായിരുന്നു. പക്ഷേ അവൾ സെക്കൻഡ് ഇയർ പേപ്പർ എഴുതാൻ നേരത്ത് അവൾക്ക് അസുഖം വന്നു. ഡയഗ്നോസ് ചെയ്തു, ക്യാൻസറാണ്. ക്യാൻസർ സെക്കൻഡറി സ്റ്റേജിലായി. ഇത്രയൊന്നും ചികിത്സാ സൗകര്യങ്ങളില്ലാതിരുന്ന ആ കാലത്ത് പത്തനംതിട്ടയിൽ സെൻറ്റ് ലൂക്ക് എന്ന കൊച്ചു ആശുപത്രിയിൽ അവളെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അത് ഓവറിയിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവളുടെ റൈറ്റ് ഓവറി മുറിച്ചു മാറ്റി. 17 വയസ്സിൽ ഒരു ഓവറി നഷ്ടപ്പെട്ട് ക്യാൻസർ സെക്കൻഡറി സ്റ്റേജിലെത്തിയ പെൺകുട്ടിയെ തിരുവനന്തപുരം RCCയിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു 17 കോഴ്സ് കീമോതെറാപ്പിയിലൂടെ ആ പെൺകുട്ടി കടന്നുപോയി. ഇങ്ങനെ എന്താ പറയുക, മുടിയും പുരിയും എല്ലാം കൊഴിഞ്ഞ് ഒരു വിറങ്ങിലിച്ച വിറക് കൊള്ളി പോലെ മരണം നോക്കിക്കിടക്കുന്ന ഈ കുട്ടിയോട് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് റേഡിയേഷൻ തുടങ്ങുന്നത്. അന്നൊക്കെ അങ്ങനെയാണ് ചികിത്സാ രീതി. അതുകൊണ്ട് വേണമെങ്കിൽ മോക്കും അമ്മയ്ക്കും വീട്ടിൽ പോകാം. അങ്ങനെ തിരിച്ച് ഈ അമ്മയും മകളും വീട്ടിൽ വരികയാണ്. പത്തനംതിട്ട നന്നോക്കാട് ആണ് അവരുടെ സ്ഥലം. അവിടെ വന്നു. ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഈ മോക്ക് വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിച്ചു. സഭാവിശ്വാസപ്രകാരം തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിച്ചു. വിശുദ്ധ കുർബാന അനുഭവിച്ചു. അങ്ങനെ മരണം കാതോർത്ത് കിടക്കുന്ന ഒരു 17 വയസ്സുകാരിയെ കാണാൻ അവളെ 10ാം ക്ലാസ്സിൽ മർത്തോമ ഹൈസ്കൂൾ അവൾ പഠിച്ചത്. അവിടെ പഠിപ്പിച്ച 2 അധ്യാപികമാർ വന്നു. ഒരാൾ മർത്തോമ സഭയിലെ അച്ഛൻ്റെ ഭാര്യയായിരുന്നു. അടുത്ത കാലത്ത് അച്ഛൻ മരിച്ചു പോയത്. അപ്പോൾ അവർ വലിയ പ്രാർത്ഥന നടത്തി. അവർ പറഞ്ഞു, മോള് ഞങ്ങൾ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പോൾ അവളിങ്ങനെ കിടക്കുന്ന മുറിയുടെ മുകളിൽ ഒരു നിറം മങ്ങിയ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമുണ്ട്. ഇവർ പറഞ്ഞു, മോൾ അതിലേക്ക് നോക്കിയോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അവർ ഏകദേശം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. മോളു, ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണേ, തൊട്ട് സൗഖ്യമാക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അധ്യാപകർ നോക്കി. ഈ 17 വയസ്സുകാരി ഈ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ടീച്ചറെ എന്നെ ക്രിസ്തു തൊട്ടു. കണ്ടു നിന്ന പലർക്കും അത് മനസ്സിലായില്ല. ക്രിസ്തു തൊടുകയെ, ഈ കൊച്ചെന്തോ പിച്ചും പേയും പറയുക. പ്രായമുള്ളവർ പറഞ്ഞു, ഇത് കെടാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തലാണ്. പക്ഷെ 15 ദിവസത്തിനിടയിൽ അവൾ ആദ്യമായി കഞ്ഞിവെള്ളം അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചു കുടിച്ചു. അത്ഭുതകരമായി ഈ പെൺകുട്ടിയുടെ രോഗത്തിന് അവസ്ഥയ്ക്ക് മാറ്റം വന്നു. മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇത്രയും മാറ്റം വന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള ചികിത്സ കൂടി നടത്തുന്നതാണ് ബുദ്ധി. അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ തൊട്ടത് ക്രിസ്തുവാണെങ്കിൽ എൻ്റെ സൗഖ്യം പൂർണ്ണമാണ്, എനിക്ക് ചികിത്സ ആവശ്യമില്ല. പക്ഷെ ബന്ധുമിത്രാദികളും ഈ അഭ്യുതകാംക്ഷികളും സമ്മതിച്ചില്ല. അവർ യുക്തിപൂർവ്വം പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചികിത്സിക്കാൻ പോകണം. അങ്ങനെ നിർബന്ധത്താൽ ഇവളും അമ്മയും വീണ്ടും RCCയിൽ പോയി. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ്, ഇതൊരു എക്യുമെനിക്കൽ വേദിയാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അവിടെ ഒരു CSI-കാരനായ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ രാജൻ. അദ്ദേഹത്തോട് ഈ മോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അയാളൊരു കൗൺസിലർ കൂടിയായിരുന്നു. സാർ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് പറ്റുമെങ്കിൽ സാർ എന്നെ ചികിത്സിക്കാതെ പറഞ്ഞയക്കണം. ചികിത്സിച്ചാലും എനിക്ക് സൗഖ്യം വരുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. പക്ഷെ അതിനൊരു മെഡിക്കൽ എത്തിക്സ് ഒക്കെ ഉണ്ട്. അമ്മയുടെയും മോളുടെയും നിർബന്ധത്തിന് വഴങ്ങി എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്ത് ഒരു ചികിത്സയും നടത്താതെ മകൾ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് വന്നു. ഒരു ഗ്രാമം, ഒരു ഇടവക, ഒരു സമീപ പ്രദേശം മുഴുവനും ഈ 17 വയസ്സുകാരിയെ നോക്കിക്കൊണ്ട് എന്താ ഇവർക്ക് സംഭവിക്കുന്നത്? ആ പെൺകുട്ടിയുടെ നന്മ കൊണ്ടല്ല, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അധ്യാപകരുടെ നന്മ കൊണ്ടല്ല, എനിക്ക് നിങ്ങൾക്ക് വർണ്ണിക്കാനും വ്യാഖ്യാനിക്കാനും വിവരിക്കാനും പറ്റാത്ത ദൈവകൃപയെന്ന് പറയുന്ന 2 അക്ഷരത്തിൻ്റെ അതിമഹത്വം കൊണ്ട് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു ഡോസ് മരുന്ന് പോലും കഴിക്കാതെ അവൾ PG കഴിഞ്ഞു, B.Ed കഴിഞ്ഞു. 25-26 വയസ്സായപ്പോൾ കല്യാണ ആലോചനകൾ തുടങ്ങി. ആദ്യത്തെ സ്റ്റെപ്പെല്ലാം ഓക്കെയാണ്. 2ാമത്തെ സ്റ്റെപ്പിൽ ഓവറി പോയ കാര്യം പറയും, ക്യാൻസർ വന്ന കാര്യം പറയും. സെക്കൻഡറി സ്റ്റേജിൽ നിന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ഓവറിയുള്ള പെൺകുട്ടികളെ കെട്ടാൻ ആണിനെ കിട്ടാത്ത കാലത്ത് ഏത് പൊട്ടനാണ് വന്നിട്ട് ഇങ്ങനത്തെ ഒരാളെ കെട്ടാൻ പോകുന്നത്? ഇനി കെട്ടിയാൽ പോലും കുട്ടികളുണ്ടാകാനുള്ള സാധ്യത ഒരു 20% താഴെയാണ്. ഞാൻ എൻ്റെ സംഭവം വിവരണം അവസാനിപ്പിക്കുകയാണ്. ആ പെൺകുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് 24 22 വയസ്സ് പ്രായമുള്ള 2 ആൺകുട്ടികളുണ്ട്. ഇത്രയും കൃത്യമായ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത് അവൾ എൻ്റെ ജീവിത പങ്കാളിയായതുകൊണ്ടാണ്. ഞാനും നിങ്ങളും തൊട്ടാൽ അതിനപ്പുറത്ത്, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ അപ്പുറത്ത് സൗഖ്യം കൊടുക്കുന്ന ഒരു തമ്പുരാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മയാണ് ഈ നോമ്പിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ നോവുകളെയും നമുക്ക് സൗഖ്യമാക്കേണ്ടത്.